ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പുതിയൊരു ദിവസത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയതിനായിട്ട്. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. നമ്മളെല്ലാവരും വായിച്ചിരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. നായിനിലെ വിധവയുടെ മകനെ ദൈവം പുനർജീവിപ്പിക്കുന്ന ഒരു സംഭവം. ആ തിരുവചന ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് തരുന്ന യേശുവിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ മനസ്സിൻ്റെ സ്വഭാവം എന്താണെന്ന് വളരെ വ്യക്തതയോടെ ആ തിരുവചനത്തിൽ നമ്മളോട് ദൈവം കാണിച്ചു തരുന്നുണ്ട്. മനസ്സലിയുന്ന കർത്താവ്. കർത്താവിൻ്റെ ഹൃദയം ഒരിക്കലും കഠിനമല്ല. ഏതൊരു വ്യക്തിയുടെ അവസ്ഥ കാണുമ്പോൾ ആ അവസ്ഥയിൽ മനസ്സലിയുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് ആ തിരുവചനത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, നിന്നോട് ഞാൻ പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. നമ്മളുടെ അവസ്ഥയും ഈ മരിച്ച ബാലനെ പോലെയാണ്. നിരാശ നിറഞ്ഞ്, എന്തിന് ജീവിക്കണം, എന്നെ ആര് സഹായിക്കും, എൻ്റെ കടബാധ്യതകൾ ആര് മാറ്റും, മക്കളെക്കുറിച്ച് വേവലാതിപ്പെടുന്ന മാതാപിതാക്കൾ, മരിച്ച ഒരവസ്ഥ. ആ അവസ്ഥയിൽ നിന്നെ കാണുമ്പോൾ, നീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ, നിന്നെ ശാസിക്കാനിരിക്കുന്ന ഒരു കർത്താവല്ല, നിന്നെ മനസ്സിലാക്കി മനസ്സലിയുന്ന ഒരു കർത്താവ് നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കുക. നിന്നെ കാണുന്ന മാത്രയിൽ തന്നെ ആ മനസ്സലിഞ്ഞ കർത്താവ് നിന്നെ തൊടും എന്ന് ഉറപ്പിക്കുക. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ലോകത്തിൻ്റെ പുറകെ ഓടുന്നതിന് പകരം നിങ്ങളുടെ ദേവാലയത്തിലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന, മനസ്സലിഞ്ഞ് കാത്തിരിക്കുന്ന ആ കർത്താവ് നിങ്ങളെ തൊടുക തന്നെ ചെയ്യും. വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അത്ര സ്നേഹനിധിയായ കർത്താവിൻ്റെ സന്നിധിയിൽ മനസ്സലിവോടെ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, എല്ലാം നശിപ്പിച്ചു പോയ ധൂർത്തപുത്രനോട് പോലും ക്ഷമിച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, അങ്ങനെയുള്ള ഒരു പിതാവാണ് നമുക്കുള്ളത്. ആ പിതാവിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ പ്രയാസങ്ങളുമായി നമുക്ക് അടുത്തേക്ക് പോകാം. ആ കർത്താവിൻ്റെ സന്നിധിയിൽ കുറേ നേരം ഇരിക്കാം. ആ കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങളും വിഷമങ്ങളും പങ്കുവയ്ക്കുക. ആ പിതാവായ ദൈവം നിൻ്റെ അവസ്ഥ കാണുമ്പോൾ മനസ്സലിയും, ഉറപ്പാണ്. നിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ അവിടുന്ന് നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. നിന്നെ പുനർജീവിപ്പിക്കും. ഉറച്ചു വിശ്വസിക്കുക. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മരിച്ചവനായി നിൽക്കുന്ന ഞാൻ പുനർജീവിക്കുമെന്ന് യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്നെ കാത്തിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു ചെല്ലുക. ഇന്നത്തെ തിരുവചനം
നിരാശയിൽപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കടത്തിൽ നിറഞ്ഞിരിക്കുന്ന മക്കൾക്ക് സന്തോഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സഹായം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.